ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ അദാനി ഗ്രൂപ്പിനൊപ്പം ഇനി ശിവപുരി എന്ന പേര് ജ്വലിക്കും. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. മധ്യപ്രദേശിലെ ശിവപുരിയിൽ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി ഉയരുകയാണ്. ഇവിടെ ഇനി നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വലുതും അത്യാധുനികവുമായ മിസൈലുകൾ. ഇതിന്റെ ശിലാസ്ഥാപനം ഇതിനകം കഴിഞ്ഞു. 2500 കോടി രൂപ ചിലവാകും എന്ന് പറയപ്പെടുന്ന അദാനി പ്രതിരോധ ബഹിരാകാശ നിർമ്മാണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി മോഹൻ യാദവും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ചേർന്നാണ് നിർവഹിച്ചത്. ശിവപുരിയിലെ കൊലാറസിലെ പാലിക്ക് സമീപം 2500 കോടി രൂപ ചിലവിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിച്ച പ്രതിരോധ ബഹിരാകാശ നിർമ്മാണ പ്ലാന്റ് അടുത്ത 3 വർഷത്തിനുള്ളിൽ തയ്യാറാകും. ഇത് ദേശീയ തലത്തിൽ മാത്രമല്ല ലോകവേദിയിലും ശിവപുരിയുടെ പേര് പ്രകാശിപ്പിക്കും. ഞായറാഴ്ച നഗരത്തിലെ പോളോ ഗ്രൗണ്ടിൽ നടന്ന പ്രതിരോധ ഫാക്ടറിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് പറഞ്ഞു. ശിവപുരിയിൽ അത്യാധുനിക മിസൈലുകൾ നിർമ്മിക്കും. തറക്കല്ലിടുന്നതിന് മുൻപ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അദാനി ഗ്രൂപ്പ് പ്രദർശിപ്പിച്ച ആധുനിക ആയുധങ്ങളുടെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും മാതൃകകളും പരിശോധിച്ചു. ദൈവം വിലക്കട്ടെ, പക്ഷേ രാജ്യത്തെ സംരക്ഷിക്കാൻ യുദ്ധമുണ്ടാകുമ്പോഴെല്ലാം ശിവപുരിയിൽ നിന്നുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും രാജ്യത്തിന്റെ അതിർത്തികളിലേക്ക് പറക്കും. ഇവിടുത്തെ യുവാക്കളുടെ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ ശത്രുവിന്റെ നെഞ്ചു കീറുകയും വെടിക്കോപ്പുകൾ ശത്രുവിനെ പരാജയപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഇതിനിടയിൽ 211 കോടിയിലധികം രൂപ ചിലവ് വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 2030 ആകുമ്പോഴേക്കും ഏകദേശം 1,20,000 പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി. ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിൽ 1,10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പമ്പ് ചെയ്ത ജലസംഭരണം, സിമന്റ് ഖനനം, ലോജിസ്റ്റിക്സ്, താപ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലായിരിക്കും ഈ നിക്ഷേപം നടത്തുക. 2030 ആകുമ്പോഴേക്കും മധ്യപ്രദേശിൽ ഏകദേശം 1,20,000 ആളുകൾക്ക് തൊഴിൽ നൽകുക എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ചടങ്ങിൽ സംസാരിച്ച അദാനി ഗ്രൂപ്പ് ഡയറക്ടർ ജീത് അദാനി പറഞ്ഞു. ശിലാസ്ഥാപന ചടങ്ങിന് മുൻപ് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും വേദിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ, മിസൈലുകൾ, മറ്റു പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ പരിശോധിച്ചു. ഫാക്ടറിയിൽ നിർമ്മിക്കേണ്ട പ്രതിരോധ ഉൽപ്പന്നങ്ങൾ, അവയുടെ സാങ്കേതിക വിദ്യ, ഉൽപാദനശേഷി എന്നിവയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. വെടിമരുന്ന് മുതൽ മിസൈൽ സംവിധാനങ്ങൾ വരെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ ഫാക്ടറി അടുത്ത 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. ഇന്ത്യൻ പ്രതിരോധത്തിന് പുതിയ കരുത്ത് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല അവസരങ്ങളിലും അദ്ദേഹം പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകുന്നത് അതിർത്തി കാക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുമാണ്. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ അദാനിയും ഒരു ഭാഗമാവുകയാണ്. അദാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്, ഒരു പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ശിവപുരി എന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ആയുധ സംവിധാനങ്ങളുടെ ഒരു കേന്ദ്രമാണ് എന്ന് ഇനി ഇന്ത്യയുടെ എതിരാളികൾക്ക് മാത്രമല്ല മറ്റ് ലോക രാഷ്ട്രങ്ങൾക്ക് പോലും മനസ്സിലാകും. അത്രമാത്രം ശക്തമായ ഒരു തീരുമാനമാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഏത് സമയത്തും രാജ്യത്തിന്റെ ഓരോ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന അവസരങ്ങളിൽ ഏത് സമയത്തും ഒരു യുദ്ധം ഏത് രാജ്യങ്ങളുമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാതിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ആയുധ ശൃംഖല ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തദ്ദേശീയ പ്രതിരോധ മേഖല അത് മറ്റേത് രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ ശക്തി പ്രാപിക്കുകയാണ് ഇന്ത്യയുടെ സർക്കാരിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധത്തിന് കീഴിലുള്ള ഈ ഒരു നീക്കം എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ തദ്ദേശീയ ആയുധങ്ങൾ അവർ നിർമ്മിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ വളരെ പെട്ടെന്നാണ് തദ്ദേശീയമായ ഇത്തരം ആയുധങ്ങൾ, ശക്തമായ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു നേതൃത്വ നിരയിലേക്ക് വന്നതും ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതും ഇന്ത്യ അത് നടപ്പിലാക്കിയതും. അത്രത്തോളം ശക്തമായ ഒരു തദ്ദേശീയ ആയുധ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യക്ക് സാധിച്ചു എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി തന്നെയാണ് ഇന്ത്യയും അതോടൊപ്പം ലോക രാജ്യങ്ങളും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ പോലും ഇന്ത്യയെ വളരെയധികം ബഹുമാനത്തോടെ, ഇന്ത്യയുടെ ഓരോ ആവശ്യത്തിനായി നരേന്ദ്രമോദി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും വളരെയധികം ബഹുമാനത്തോടെ കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.